ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എംബ്രോയ്ഡറിയിൽ ഇനി അടുത്ത് ബാക്ക് സ്റ്റിച്ച് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ബാക്ക് സ്റ്റിച്ച് പഠിക്കാം. അപ്പോൾ അതിനായിട്ടൊരു വെള്ള ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഈ ഫ്രെയിമിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് സൂചിയിൽ നൂല് കോർത്ത് അതിൻ്റെ എൻഡ് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്ന സ്റ്റാർട്ട് എന്നല്ലേ ഇവിടെ നിന്നല്ലേ താഴോട്ട് കുത്തിയത്, താഴോട്ടല്ല അടിയിൽ നിന്ന് മുകളിലോട്ട് കുത്തിയത്. പക്ഷേ ബാക്ക് സ്റ്റിച്ചിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ലൈൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നല്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് മാറിയാണ് നമുക്ക് അടിയിൽ നിന്ന് കുത്തിയെടുക്കേണ്ടത്. ലൈൻ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ കുറച്ച് മാറി ഇപ്പുറത്തോട്ട് ഒന്ന് അടിയിൽ നിന്ന് കുത്തിയെന്ന് മുകളിലോട്ട് എടുക്കുക. ഇതിങ്ങനെ മുകളിലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ലൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഭാഗത്ത് താഴത്തോട്ട് കുത്തണം. കണ്ടില്ലേ ഇങ്ങനെ. അതുപോലെ നമ്മളത് ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പ് അത്രയും നമ്മൾ സ്പേസ് ആയിട്ട് വിട്ടതിന് ശേഷം താഴെ നിന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ തൊട്ട് മുമ്പ് കുത്തി നിർത്തിയില്ലേ, ആ ഭാഗത്തു നിന്ന് താഴ്ത്തി കുത്തണം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് സ്പേസ് ഒന്നും അറിയില്ല. അത് വീണ്ടും കുറച്ച് ഗ്യാപ്പിട്ട് കുത്തിയെടുക്കുക. പിന്നെ തൊട്ട് മുന്നേ കുത്തിയ ആ ഭാഗത്ത് തന്നെ താഴ്ത്തി കുത്തുക. വീണ്ടും ഒരു സ്പേസ് ഇടുക, മുകളിലോട്ട് കുത്തുക. തൊട്ട് മുന്നേ കുത്തിയില്ലേ, ആ ഭാഗത്ത് തന്നെ താഴോട്ട് കുത്തുക. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെയാണ് ബാക്ക് സ്റ്റിച്ചും. നമുക്ക് ഏത് ഡിസൈനും ഇതിൽ ചെയ്യാൻ പറ്റും. എന്ത് പിക്ചർ വേണമെങ്കിലും നമുക്ക് ഈ ബാക്ക് സ്റ്റിച്ചിൽ ചെയ്യാം. ഒരു ഗ്യാപ്പില്ലാതെ നമുക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കുത്തി പോകാനുള്ളത്. ഗ്യാപ്പെല്ലാം ഈക്വലായിരിക്കണം, എങ്കിലേ ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഗ്യാപ്പിട്ട് കുത്തി തൊട്ട് മുന്നേ കുത്തി ആ ഭാഗത്ത് താഴത്തോട്ട് കുത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ പുറകു വശം എങ്ങനെയാണെന്ന് നോക്കാം. അത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് നമുക്ക് കിട്ടുന്നത്. വരിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ചിൽ ഇനി എങ്ങനെയാണ് പിക്ചർ വരയ്ക്കുന്നതെന്ന് നോക്കാം. പിക്ചർ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയൊരു സ്പേസിലാണ് ചെയ്യേണ്ടത്. വലിയ ഗ്യാപ്പിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടില്ല, ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ചെറിയ സ്പേസ് വിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിതിൽ പിക്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ പിക്ചറാണ് എടുത്തിരിക്കുന്നത്. അമ്മയുടെ കയ്യിലൊരു കുഞ്ഞു ബേബിയുടെ കാല്, പിന്നെ ഒരു 3 ലവ് ഷേപ്പും. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമുക്ക് തുണിയിലോട്ട് ഈ പിക്ചറൊന്ന് ട്രേസ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ലവിന് റെഡും കൈക്കും കാലിനും ബ്ലാക്കുമാണ് നമ്മൾ ചെയ്യുന്നത്, ത്രെഡ് എടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇതിൽ വരച്ചെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കതൊന്ന് പകർത്തിയെടുക്കാം. നൈസായിട്ട് വരച്ചാൽ മതി. ഇവിടെ തീരെ ഡാർക്കൊന്നും നോക്കണ്ട, നൈസായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഫുള്ളൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ഈ പിക്ചറിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ഫസ്റ്റ് ഒരു ലൈനിൽ വരച്ചില്ലായിരുന്നോ, തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട്, അതേപോലെ തന്നെ ഈ പിക്ചറിൽ ആ ലൈനിൻ്റെ സ്റ്റാർട്ട് നമ്മളൊന്ന് വിട്ടിട്ട് ഈ ഒരു പോർഷൻ വിട്ടിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മുകളിലോട്ടൊന്ന് കുത്തിയെടുക്കുക. തിരിച്ച് ബാക്കിലോട്ട് പോയി നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് കുത്തുക. സ്റ്റാർട്ടിൽ നമ്മൾ കുത്തിയില്ലേ, നമ്മൾ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അവിടെയാണ് തിരിച്ച് കുത്തേണ്ടത്. അങ്ങനെ ഇതേപോലെ ഒന്ന് താഴ്ത്തി കുത്തുക. വീണ്ടും ആ നൂലിൻ്റെ അത്രയും സ്പേസ് ഒന്ന് വിട്ടിട്ട് വീണ്ടും മുകളിലോട്ട് തൊട്ട് മുന്നേ നമ്മൾ കുത്തിയ ആ ഭാഗത്ത് തന്നെ വീണ്ടും കുത്തുക. അതേപോലെ വീണ്ടും ഒരു സ്പേസ് ഇട്ടിട്ട് മുകളിലോട്ട് കുത്തുക.
തൊട്ട് മുന്നേ കുത്തി ഇറക്കി ആ ഭാഗത്ത് വീണ്ടും കുത്തുക. അങ്ങനെ ഈ പിക്ചർ മൊത്തം ഒന്ന് നമുക്ക് ചെയ്തെടുക്കണം. ഈ പിക്ചർ ഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് ഇട്ട് ചെയ്യാം. ഈ കൈയും കാലും ബ്ലാക്ക് ഇട്ട് ചെയ്യാം. ലവ് നമുക്ക് റെഡ് ഇട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. കൈയും കാലും ബ്ലാക്കും, ലവ് നമ്മൾ റെഡും ഇട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഭംഗിയൊന്നും കാണില്ല ബാക്കിൽ. ഫ്രണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അതിപ്പോൾ എല്ലാ പിക്ചറിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.